40 ഡേയ്സ് ഡ്രോയിങ് ചലഞ്ചിന്റെ മൂന്നാമത്തെ ദിവസമാണെന്ന്. ഇന്നത്തെ എക്സസൈസ് കർവ്സും സ്പൈറൽസും ആണ്. ഇത് ട്രൈ ചെയ്യാത്തവര് ട്രൈ ചെയ്ത് നോക്കണം. സംഭവം ഭയങ്കര ഈസിയാണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സസൈസും കൂടി. ഇപ്പൊ നമ്മൾ 3 days ആയി എക്സസൈസും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട്. അപ്പൊ ഓൺലി ഇത് വരച്ച് എക്സസൈസ് ചെയ്യാന്നല്ലാതെ നമുക്ക് എന്തെങ്കിലും പുതുതായിട്ട് ഡ്രോയിങ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ഇന്നലെ ഞാനൊരു കുഞ്ഞു ഡ്രോയിങ് ട്രൈ ചെയ്തു. ആ ഡ്രോയിങ് ആണിത്. സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പൊതുവെ ഞാൻ ആദ്യം പെൻസിൽ യൂസ് ചെയ്ത് മൊത്തം വരച്ചെടുത്തിട്ട് പിന്നെയാണ് കളർ ചെയ്യുക. അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്, മോശമാണെന്നല്ല, അങ്ങനെയാണ് പൊതുവെ ചെയ്യാറ്. പക്ഷെ ചില ആൾക്കാർ കളർ യൂസ് ചെയ്തിട്ട് തന്നെ ഡയറക്ട്ലി ഡ്രോയിങ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെ ട്രൈ ചെയ്ത് നോക്കണം എന്ന് എനിക്ക് ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എപ്പോഴും ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല ഇത് തെറ്റിപ്പോവോ എന്നുള്ളത് കൊണ്ട് ഞാൻ ആദ്യം പെൻസിൽ കൊണ്ട് വരച്ച് കുറെ ടൈം വരച്ച് സെറ്റ് ആക്കിയിട്ട് പിന്നെ അത് മായ്ച്ചിട്ട് അതിന്മേ കൂടെ കളർ വെച്ചിട്ട് വരക്കാണ് ചെയ്യാറ്. അത് കുറച്ചും കൂടി ടൈം എടുക്കുന്നതാണ്. പക്ഷെ അത് മോശമാണെന്നല്ല, ബട്ട് ഇങ്ങനെ കൂടി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഞാൻ ഇന്നലെ അതുപോലെ കളർ പെൻസിൽ യൂസ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് നല്ല ഒരു അത്യാവശ്യം നന്നായിട്ടുള്ള ചേഞ്ചസ് ഉള്ള പോലെ തോന്നി. ഫുള്ളി പെർഫെക്റ്റ് ആയി എന്നല്ല, പക്ഷെ നല്ല ചേഞ്ചസ് ഉള്ള പോലെ എനിക്ക് തോന്നി. അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രം പോരാ, ഇടയ്ക്ക് ഇങ്ങനത്തെ സ്വന്തമായിട്ട് വെറുതെ ഇരിക്കുമ്പോൾ കുറച്ച് ഡ്രോയിങ്സ് ഒക്കെ വരച്ചു. ഡ്രോയിങ് എക്സസൈസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് എന്റെ ഡ്രോയിങ് ഒന്നും കൂടി സെറ്റ് ആക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അപ്പോ ഞാൻ ഈ ഒരു സംഭവം, അതായത് ഈ പ്രാക്ടീസ് ചെയ്യുന്ന Day 1 Day 2 ഒക്കെ ഒരു സംഭവം ഞാൻ പ്രാക്ടീസ് ചെയ്യണ്ടല്ലോ, ഇത് ഞാൻ കുറെ മുന്നേ സെർച്ച് ചെയ്ത് തപ്പിപ്പിടിച്ച് ഓരോ ഡേയിലും എന്തൊക്കെ പ്രാക്ടീസ് ആണ് ചെയ്യേണ്ടതെന്ന് അവിടുന്ന് ഇവിടുന്ന് ഒപ്പിച്ചെടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഞാൻ അതിന്റെ PDF കൊടുക്കാം. ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള ഓരോ ഡേയുടെയും എക്സസൈസിന്റെ PDF ഞാൻ എന്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ ഓരോ ദിവസം വീഡിയോ ഇടുമ്പോഴും നിങ്ങൾ അത് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഒരു ബെറ്റർ ഒരു റിസൾട്ട് കിട്ടും. ഒരു 1 hourന്റെ പരിപാടി ഉണ്ടാവുള്ളൂ, 1 hour ഇല്ല. ബട്ട് നമ്മൾ ഫസ്റ്റ് ആവുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സ്ട്രഗിളിങ്ങും കാര്യങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് ഒരു 1 hour കൊടുക്കാം. ഓക്കെ, അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കുറച്ച് പ്രാക്ടീസസ് ആണ്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോഴോ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്ന പ്രാക്ടീസസ് ആണ്. പക്ഷെ എന്തെങ്കിലും ചെയ്യാം അങ്ങനെയല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രോയിങ് ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് തന്നെ ചെയ്യണം, എന്നാൽ മാത്രമേ അതിന്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഓരോ ദിവസവും വീഡിയോ ഇടുമ്പോൾ അതിന്റെ അടിയിൽ ഏത് പ്രാക്ടീസ് ആണോ അതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുക്കാം. എന്നിട്ട് അത് നോക്കിയിട്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇന്നത്തെ നമ്മുടെ പ്രാക്ടീസ് ഫുൾ ആയിട്ടുണ്ട്. എന്റെ ഹാബിറ്റ് ട്രാക്കറിൽ Day 3 ഞാൻ മെൻഷൻ ചെയ്തു. ഇങ്ങനെ Day 30 വരെ ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അത്രയ്ക്കുള്ളൂ. ബൈ.